ബിഗ് ബോസ് മലയാളം സീസൺ 7 അത് ആരംഭിച്ചപ്പോൾ മുതലേ ഹൗസിനകത്തേക്ക് പ്രവേശിച്ച മത്സരാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ചതും രേണു സുധിയുടെ എൻട്രി തന്നെയായിരുന്നു. വൈറൽ താരമാണ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സസ്പെൻസ് നിലനിർത്തിയിട്ട് 18ാം നമ്പർ മത്സരാർത്ഥിയായാണ് രേണു വീടിനുള്ളിൽ പ്രവേശിച്ചത്. ബിഗ് ബോസ് ഷോ സുധിചേട്ടൻ ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നു എന്നും രേണു തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. ആദ്യത്തെ 2 ദിവസം രേണു ഹൗസിൽ ആക്റ്റീവായിരുന്നു. പക്ഷെ പിന്നീട് മറ്റു മത്സരാർത്ഥികൾ ഉയർന്നു വന്നപ്പോൾ രേണു അങ്ങ് ഒതുങ്ങിപ്പോയി. അതുമാത്രവുമല്ല, ഇതുവരെ ഒരു ടാസ്കിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും എപ്പിസോഡ് 5 ആരംഭിക്കുന്നത് രേണുവിന്റെ കരച്ചിൽ രംഗങ്ങളോടെയാണ്. മേക്കപ്പിനും ഗ്രൂമിങ്ങിനും മറ്റുമായിട്ട് മത്സരാർത്ഥികൾക്കായിട്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്ന പൗഡർ റൂമിൽ ഇരുന്ന് കരയുന്ന രേണു സുധിയാണ് കാണുന്നത്. ഞാൻ കരയുന്നത് ആരും കാണാൻ പാടില്ല എന്നാണ് രേണു പറയുന്നുമുണ്ട്. മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ മിസ് ചെയ്തു തുടങ്ങി എന്നതാണ് രേണുവിനെ വിഷമിപ്പിച്ചത്. ബാത്റൂമിൽ ഇരുന്ന് കരയാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. ആൾക്കാർ എപ്പോഴും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. എന്റെ അമ്മ എനിക്ക് രാവിലെ ബിസ്ക്കറ്റും കാപ്പിയും തരുമായിരുന്നു. ഋതപ്പ, അമ്മയുടെ പൊന്നെ, അമ്മയുടെ കിച്ചു, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം രേണു പറയുന്നുണ്ട്. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ കിച്ചുവും ഇളയ കുഞ്ഞായ ഋതനും രേണുവിന്റെ സംരക്ഷണയിലാണ്. മാതാപിതാക്കളും സഹോദരിയുടെ കുടുംബവുമാണ് രേണുവിന്റെ അസാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. ഹൗസിന് പുറത്തായിരുന്നപ്പോഴും ഷൂട്ടും അഭിമുഖങ്ങളിലായിട്ട് എപ്പോഴും യാത്രകളിലായിരുന്ന രേണു ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. പക്ഷെ 2 മക്കളെയും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാൻ രേണുവിന് കഴിഞ്ഞിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ എത്തിയാൽ പിന്നെ ഒരു തരത്തിലും കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അതാകും രേണുവിനെ മാനസികമായിട്ട് തളർത്തിയതും. അതേസമയം മക്കളെ മിസ് ചെയ്യുന്ന വിഷമത്തിൽ ഇരിക്കുന്ന രേണുവിനെ വിമർശിച്ച് കോമണർ മത്സരാർത്ഥി എത്തിയത് രേണുവും അനീഷും തമ്മിലുള്ള വഴക്കിന് കാരണമായി. രേണു കണ്ണടച്ച് കിടക്കുന്നത് താൻ കണ്ടു എന്നാണ് അനീഷ് പറഞ്ഞത്. തനിക്ക് എന്താണ് അസുഖം, എന്തിനാണ് എന്നെ മെക്കിട്ട് കയറുന്നത്, ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടെങ്കിൽ താൻ പോയി പറയൂ, പട്ടി കുരച്ചില്ലല്ലോ, പിന്നെ എന്താണ് തന്റെ പ്രശ്നം, ഇതായിരുന്നു രേണു അനീഷിനോട് ചോദിച്ചത്. അതിനിടയിൽ തന്നെ തന്റെ പേര് മാത്രമേ തന്നെ വിളിക്കാവൂ എന്നും പറഞ്ഞ് രേണു അനീഷിനെതിരെ രോഷാകുലയായി എത്തി. അതിന് അനീഷ് നൽകിയ മറുപടി, ആരാണ് ഈ സുധി, അതൊന്നും എനിക്ക് അറിയില്ല എന്നായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് അറിയാവൂ എന്നാണ് അനീഷ് പറഞ്ഞത്. അതോടെ രേണുവിന്റെ രോഷം അണപൊട്ടി ഒഴുകി. ആ പേര് തൊട്ട് കളിക്കേണ്ട, മരിച്ചുപോയ മനുഷ്യനെ തൊട്ട് കളിക്കരുത് എന്നാണ് രേണു പറഞ്ഞത്. ഏറെ നേരം ഇരുവരും തമ്മിലുള്ള വാഗ്വാദം നീണ്ടു നിന്നു. പട്ടി കുരയ്ക്കാത്തത് കൊണ്ടാണ് അനീഷ് കുരയ്ക്കുന്നത് എന്നായിരുന്നു ഇരുവരുടെയും വഴക്ക് കണ്ട് അവിടേക്ക് എത്തിയ നെവിന്റെ കൗണ്ടർ. ആദ്യത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ അനീഷാണ്. രേണു നോമിനേഷൻ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിലെ ഫയർ ഇപ്പോൾ രേണുവിന് ഇല്ല എന്നാണ് BB പ്രേക്ഷകരുടെ അഭിപ്രായം. ഇനിയെങ്കിലും ആക്റ്റീവ് ആയില്ലെങ്കിൽ തുടർന്നുള്ള ഹൗസിലെ രേണുവിന്റെ ജീവിതം പരിങ്ങലിലുമാകും.